ഹായ് ഗായ്സ്, സൺഡേ ആയിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി വെച്ചാലോ? അപ്പോൾ എല്ലാ ബാച്ചിലേഴ്സിൻ്റെയും ഒരു നൈറ്റ് മെയർ ആണല്ലേ ചിക്കൻ ബിരിയാണി എങ്ങനെ വെക്കും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അതിനായിട്ട് നമ്മളിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ്. അത് നമ്മളൊരു ഹാഫ് ആൻ അവർ കുതിർക്കാനായിട്ട് വെക്കണം. അടുത്തത് ബിരിയാണി മസാല ചെയ്യാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. തേങ്ങയും കാഷ്യൂനട്ടും അരച്ചത്, ഗരം മസാല, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ, പൈനാപ്പിൾ അരച്ചത്, സവോള, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീവ്സ്, തക്കാളി, മല്ലിയില, രമ്പയില, മുളക് ചതച്ചത്, മിൻറ്റ് ലീവ്സ്, ചെറിയ ഉള്ളി ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് മസാലയ്ക്ക് വേണ്ടത്. അരമണിക്കൂർ കുതിർക്കാൻ വെച്ച അരി ഇവിടെ വാർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിക്കനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി പാൻ ചൂടാക്കാൻ വെക്കുക. അതിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് മറ്റ് ഫ്ലേവറുകൾ വരാതിരിക്കാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് 6 മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചതച്ച ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചതച്ചും ചേർക്കാം. അടുത്തതായി 10 പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്തെല്ലാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രമ്പയിലയും മല്ലിയിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് ചേർക്കാം. ഒരു കൈപ്പിടി അളവിലാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ മിൻറ്റ് ലീവ്സും ഒരു കൈപ്പിടി അളവിൽ ഇതിലോട്ട് ചേർക്കണം. ഇത്രയും ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ഫ്ലേവറും മണവും കിട്ടും. എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ പേസ്റ്റ് നമുക്ക് ചേർക്കാം. പൈനാപ്പിൾ പേസ്റ്റിന് പകരം പൈനാപ്പിൾ എസൻസും നമുക്കിതിൽ ആഡ് ചെയ്യാം. അടുത്തതായി 4 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇനിയാണ് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നത്. ഹോൾ സ്പൈസസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീവ്സ് എന്നിവയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഈ ടൈമെല്ലാം മസാല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവ എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു മുഴുവൻ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 കപ്പ് പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർക്കാം. തൈര് മിക്സിയിലൊന്ന് അടിച്ചു ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിനൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഒരു മുഴുവൻ തേങ്ങയും അതിലോട്ട് 10 കാഷ്യൂനട്ട്സും കൂടി ചേർത്ത് അരച്ച പേസ്റ്റാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിലൂടെ ബിരിയാണിക്ക് ഒരു റിച്ച് ഫ്ലേവർ ഉണ്ടാവും.
വേണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് സ്കിപ്പും ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സമയമായി. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ഇത്രയും ഇതിലോട്ട് ചേർക്കണം. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വേവിക്കാം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാക്കണം. ഇനി ബിരിയാണി റൈസ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലോട്ട് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഫ്ലേവറിനായി 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ പേസ്റ്റ് ആഡ് ചെയ്യണം. ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി അളവിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തതിന് ശേഷം ബിരിയാണി റൈസ് കുക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു റിച്ച് ഫ്ലേവർ കിട്ടാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് കാഷ്നട്ട് പേസ്റ്റും ആഡ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം മസാല തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കാണാം. ഇപ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ടാക്കണം. മസാലയുടെ മണമടിച്ച് ദേ നമ്മുടെ കൊതിയനും എത്തി. ഇപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വെച്ച വെള്ളം നോക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായി തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ലോയിലോട്ട് മാറ്റണം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് നേരത്തെ വാർത്ത് വെച്ചിരുന്ന 1.5 കപ്പ് അരി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിക്കണം. അരി ഈ സമയത്ത് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. വീണ്ടും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നാരങ്ങ നീര് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അരികളൊന്നും ഒട്ടിപ്പോവാതെ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് 10 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ അരിയുടെ പരുവം. ഇതാണ് ദം ഇടുന്ന പരുവം. ഇനി ദം ഇടാനായിട്ട് നമ്മൾ ഇതിൻ്റെ 60% റൈസും വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ദം ഇടുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനായി അവിടെ നമ്മൾ കട്ട് ചെയ്ത തക്കാളി ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. തക്കാളിക്ക് പകരം പൈനാപ്പിളും നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മസാല ഇതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വേണം നമ്മൾ മസാലകൾ ഒഴിക്കാൻ. ദം ഇടുന്നത് വരെയും മസാല ഈ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നേരത്തെ മാറ്റി വെച്ച ബിരിയാണി റൈസ് കൂടി ഇതിനു മുകളിൽ ഒരു ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, പൈനാപ്പിൾ എന്നിവ ചേർക്കണം. ഇനി ഒരു 20 മിനിറ്റ് ഇത് അടച്ച് ദമ്മിടാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മൾ ദമ്മ് പൊട്ടിക്കുവാണ്. നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി കഴിച്ചിട്ട് വരാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ.
കൊതിയനെ നമ്മൾ മറന്നിട്ടില്ല. അവനാണ് ദമ്മ് പൊട്ടിച്ച ആദ്യത്തെ ബിരിയാണി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.